ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റേഷൻ കടയിലെ ആട്ടപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് 10 മിനിറ്റിൽ സോസ് പാനിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി സോഫ്റ്റുമായിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് റേഷൻ കടയിലെ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ചോറ് ചേർത്ത് കൊടുക്കുന്നില്ല. ചോറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഒരുപാടങ്ങ് സോഫ്റ്റായി പോകും. അതുകൊണ്ട് ചോറ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് ഒരു 3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് ഇനി ആദ്യം ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. നന്നായിട്ട് ഇനി അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു നൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇനി ശർക്കര ഒന്ന് തിളച്ച് മെൽറ്റായി വന്നാൽ മതിയാകും. ഇതിപ്പോൾ ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാനിവിടെ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കല്ലുള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഈ ചൂടോടുകൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉടനെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കട്ടകളില്ലാതെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ കട്ടകളില്ലാതെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മൾ ചൂട് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതുകൊണ്ട് കുറച്ചൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിനായി ഒരു സോസ് പാനാണ് ഞാനിവിടെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നവരെ നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് താഴെയാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോസ് പാനിൽ തന്നെയാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഫുള്ളായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ഒരു പഴയ പാൻ വെച്ചിട്ട് വേണം, അതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ റെഡിയാക്കുന്ന പാൻ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ വേഗം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇത് കുക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും കൊണ്ട് ഒന്ന് കുത്തി നോക്കണം. ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കേണ്ടതാണ്. ഇതിപ്പോൾ ടൂത്ത് പിക്കൊക്കെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. റേഷൻ കടയിലെ ആട്ടപ്പൊടി ഉണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റിൽ സോസ് പാനിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി സോഫ്റ്റുമായിട്ടുള്ള കലത്തപ്പമാണ്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.